ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമൻറ്റ് സെഷനിൽ വന്നിട്ടുള്ള കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വയറീസിൻ്റെ ആൻസർ സെഷനാണ്. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. എല്ലാവരും മാക്സിമം ലാസ്റ്റ് വരെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമുക്കൊരു ഡൗട്ട് വന്നു, നമ്മളതിൻ്റെ ഉത്തരം കിട്ടി പോയി എന്നല്ല, ബാക്കിയുള്ളവർ ചോദിക്കുന്ന ഡൗട്ടുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അറിവുകൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേ കണക്ക് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു ഔട്ട്ലുക്ക് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ നിഫ്റ്റി ആയാലും സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആയാലും രണ്ടും ഇന്ന് വളരെ ചെറിയ പെർസെൻറ്റേജിൻ്റെ ഡൗണോട് കൂടിയിട്ടാണ് എൻഡ് ചെയ്തേക്കുന്നത്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 0.18%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 0.46% ഡൗണോട് കൂടിയിട്ടാണ് ഇന്ന് എൻഡ് ചെയ്തേക്കുന്നത്. ഇവിടെ അലാമിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമുക്കില്ല, എല്ലാം തന്നെ ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. വിക്സ് നോക്കുകയാണെങ്കിൽ വിക്സ് ഇന്ന് 5.77% ഒരു അപ്സ്വിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ വിക്സ് ഇപ്പോൾ വളരെ നോർമൽ ആയിട്ടുള്ള വിക്സിൻ്റെ ഒരു ആവറേജ് റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റേബിൾ ആണ്, നമുക്കിവിടെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരികയാണ്. ഇനി അതേ കണക്ക് തന്നെ ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ അതിൻ്റെ സൈഡ് വേസ് ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെയും നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ബാഡ് ന്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബിറ്റ്കോയിൻ സ്റ്റേബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേ കണക്ക് തന്നെ US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് അവിടെ ഹോളിഡേ ആണ്. US മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് അപ് ട്രെൻഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ന്യൂസുകളാണെങ്കിലും അതല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ന്യൂസുകളെല്ലാം ആണെങ്കിലും നമ്മളത് അത്ര കണ്ട് നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു കുലിക്കത്തക്ക രീതിയിലുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഒരു അപ് ട്രെൻഡിൻ്റെ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു മേജർ ന്യൂസ് എന്ന് പറയുന്നത് പെട്രോ ഡോളർ ഇഷ്യൂ ആണ്. പെട്രോ ഡോളർ ഇഷ്യൂവിനെ പറ്റിയിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ സംസാരിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്കത് ഞാൻ വിട്ടുപോയായിരുന്നു, ടോപ്പിക് എഴുതിയ സമയത്ത് വിട്ടുപോയായിരുന്നു. എനിവേ ആ ഒരു ഇഷ്യൂ മാത്രമേ ആകപ്പാടെ ഗ്ലോബലി സംഭവിച്ചിട്ടുള്ള ഒരു മേജർ ചേഞ്ച് ഉള്ളൂ. പെട്രോ ഡോളർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇത് എന്താ പറയുക, പെട്രോളിയം പ്രോഡക്ട്സ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ മേടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട കറൻസി, അത് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്ന കറൻസി എന്ന് പറയുന്നത് ഡോളറിലാണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് സൗദിയായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആണ്. സൗദി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഫുൾ ആയിരുന്ന ഒരു സിനാരിയോനാണ് നമ്മൾ പെട്രോ ഡോളർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു എഗ്രിമെൻറ്റ്, അതൊരു 50 ഇയർ എഗ്രിമെൻ്റ് ആയിരുന്നു. ആ എഗ്രിമെൻറ്റ് ഇപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 9th തോന്നുന്നു അത് തീർന്നത്. അപ്പോൾ അതിനുശേഷം ഇനി അത് ഇതുവരെ റിന്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അത് റിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ചെറിയൊരു അൺസർട്ടനിറ്റി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കൺട്രീസും ഇപ്പോൾ ഓൾറെഡി തന്നെ ഡോളറിലല്ല അവരവരുടെ ഈ ക്രൂഡ് ഓയിൽ കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയും 35-50% ഒക്കെ ഇന്ത്യൻ റുപ്പി തന്നെയാണ് ഇത് ക്രൂഡ് ഓയിൽ കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെറിയ രീതിയിൽ നിന്ന് ആ ഡോളറിലുള്ള ആ ഒരു ഡിപ്പെൻഡൻസി പതുക്കെ കുറച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, ഈ ഇത്ര കണ്ട് ഒരു വലിയ ന്യൂസ് ഉണ്ടായിട്ട് പോലും ഡോളർ ഇടിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഡോളറിന് എത്ര കണ്ട് തകർച്ച സംഭവിച്ചിട്ടുണ്ടോ നോക്കുകയാണെങ്കിൽ ഡോളറിന് അങ്ങനെ വലിയ തകർച്ച തന്നെ സംഭവിച്ചിട്ടില്ല. ഡോളർ അതിൻ്റെ നോർമൽ ലെവൽസിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അത്ര കണ്ട് നമ്മൾ വിചാരിച്ച അത്ര എക്സ്പെക്ട് ചെയ്ത അത്ര കണ്ട് ഒരു മേജർ ഇവൻ്റ് അല്ലാതായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്ത സമയത്ത്, അതായത് 50 വർഷം മുമ്പ് ഇത് ആദ്യമായിട്ട് വന്ന സമയത്ത് നമ്മൾ ഗോൾഡ് ബാക്ക്ഡ് അല്ലാത്ത ഒരു കറൻസിയിലോട്ട് ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. ഡോളർ ഗോൾഡ് ബാക്ക്ഡ് അല്ലാത്ത ഒരു കറൻസിയിലോട്ട് ഡോളർ ആ സമയത്ത് മാറിയൊരു സമയമായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു സമയത്ത് അതിനെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഹ്യൂജായിട്ട് ഡിമാൻഡുള്ള എന്തെങ്കിലും ഒരു സാധനം അവിടെ വേണമായിരുന്നു. അപ്പോൾ അന്ന് ഈ ഒരു പെട്രോ ഡോളർ എന്ന് പറഞ്ഞ സംഭവം വളരെയധികം നെസസറി ആയിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും അങ്ങനെ ഗോൾഡ് ബാക്ക്ഡ് അല്ലാത്ത ഫിയറ്റ് കറൻസി എന്ന് പറഞ്ഞ സിസ്റ്റത്തിലോട്ടാണ് നിൽക്കുന്നത്. എല്ലാ രാജ്യങ്ങളും അവർക്ക് ഇഷ്ടത്തിന് മണി പ്രിന്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇങ്ങനൊരു വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഡോളറിന് വേണമെന്നില്ല. ബാക്കിയുള്ള കൺട്രികൾക്ക് പോലും അതില്ല. പിന്നെ ഡോളറിന് അങ്ങനെ ഒരു സംഭവം വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ചൈന, അതേ കണക്ക് തന്നെ US, ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കറൻസികൾക്ക് അല്ലാതെ തന്നെ ഡിമാൻഡുണ്ട്. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഹ്യൂജായിട്ട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ അവരുടെ കറൻസി സ്റ്റേബിളായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് അത് തന്നെ അവർക്ക് സഫീഷ്യൻ്റ് ആണ്. ഇനി അതല്ല, US സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ആയാലും അതല്ലെങ്കിൽ ഗൂഗിൾ ആയാലും ഇങ്ങനെ എന്ത് സാധനം, ChatGPT അടക്കമുള്ള എന്ത് സാധനമായാലും ഇതെല്ലാം തന്നെ US സാധനങ്ങളാണ്. ഈ US സാധനങ്ങളാണ് ഗ്ലോബലി ബിസിനസ് നടത്തുന്നതും ഗ്ലോബലി അവരുടെ എല്ലാം പല രാജ്യങ്ങളിൽ നിന്നുള്ള പൈസ ഈ കമ്പനികളിൽ ത്രൂ അമേരിക്കയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, മറ്റുള്ള ഗവൺമെൻറ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്, ഇപ്പോൾ
ഗവൺമെൻറ്റുകളായാലും ബാങ്കുകളായാലും പർച്ചേസ് ചെയ്യുന്ന ഏറ്റവും സേഫായിട്ട് കരുതപ്പെടുന്ന അസറ്റുകളിലൊന്ന് US ഗവൺമെൻറ് ബോണ്ടുകളാണ്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ പോലും ഈ ഒരു പെട്രോൾ ഡോളർ ഇഷ്യൂ അത്ര വലിയ സംഭവമല്ല. അതിനെ ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോളറിനെ ബാക്ക് ചെയ്യത്തക്ക രീതിയിൽ ഒരുപാടധികം ബിസിനസ്സുകളായാലും ബോണ്ടുകളായാലും ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും ഡിമാൻഡിലുള്ള സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുമെന്ന് തോന്നുന്നില്ല. എനിവേ ഇത് കുറച്ച് നാളൂടെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവർ ഇനിയും ഒരു 50 വർഷത്തേക്കോ 100 വർഷത്തേക്കോ ഈ സാധനം റിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. റിന്യൂ ചെയ്തില്ലെങ്കിലും അത്ര കണ്ട് വിഷയമല്ല. കാരണം ഇപ്പോൾ റിന്യൂ ചെയ്യാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഡീൽ നിന്ന സമയത്ത് പോലും പല കൺട്രീസ് ഇപ്പോൾ ഓൾറെഡി തന്നെ വേറെ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇനി റിന്യൂ ചെയ്താലും ചെയ്തില്ലെങ്കിലും അത്ര കണ്ട് ഇഷ്യൂ ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലോട്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഗ്ലോബലി നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നത്. ഫസ്റ്റ് വന്നേക്കുന്ന ഒരു ക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഞാനിത് സ്ഥിരം കേൾക്കുന്ന ഒരു ഇതാണ്, എന്താ പറയുക, ഒരു ക്വയറിയാണ്. നമ്മുടെ കയ്യിൽ പോർട്ട്ഫോളിയോയിൽ എൻ്റെ ഒരാൾ ചോദിക്കുകയാണ്, സപ്പോസ് ഒരു ഇൻവെസ്റ്റർ ചോദിക്കുകയാണ്, എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇന്ന സ്റ്റോക്കുകളുണ്ട്, ഇനി എനിക്ക് ഇന്ന സെക്ടറിൽ നിന്ന് ഒരു സ്റ്റോക്ക് വേണം, ഇന്ന സെക്ടറിൽ നിന്ന് ഒരു സ്റ്റോക്ക് വേണം, അപ്പോഴത്തേക്കും എൻ്റെ പോർട്ട്ഫോളിയോക്കകത്ത് ഏകദേശം എല്ലാ സെക്ടേഴ്സും കവേർഡ് ആയി കഴിയുമെന്നൊരു ചോദ്യം അല്ലെങ്കിൽ ആ രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. അത് ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റേബിൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ, മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ അധികം ഇടിയാതിരിക്കണമെങ്കിൽ നമുക്ക് എല്ലാ സെക്ടേഴ്സിൻ്റെ അകത്തുനിന്നും കവറേജ് വേണമെന്നുള്ള രീതിയിൽ ഒരു ആ ഒരു തോട്ട് ഞാൻ ഒരുപാട് അമച്ചേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പോർട്ട്ഫോളിയോക്കകത്ത് അത്രയധികം സെക്ടേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ സ്റ്റോക്കുകളെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പോർട്ട്ഫോളിയോക്കകത്ത് എത്ര സെക്ടറുകളാണ് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം വളരെ കുറച്ച് സെക്ടേഴ്സ് മതിയാവും. നമ്മുടെ പോർട്ട്ഫോളിയോക്കകത്ത് 2, 3, 4 സെക്ടർ മതിയാവും. അതിൽ കൂടുതൽ സെക്ടറുകളുടെ ആവശ്യമില്ല. ചില ആൾക്കാർ 10 സെക്ടർ, ഇപ്പോൾ എനിക്ക് മെറ്റലിൽ നിന്ന് വേണം, പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് വേണം, PSU ബാങ്കിൽ നിന്ന് വേണം, ഇനി അതല്ലെങ്കിൽ NBFC നിന്ന് വേണം, IT സെക്ടറിൽ നിന്ന് വേണം, ഇങ്ങനെ എല്ലാ സെക്ടറിൽ നിന്ന് ഓരോരോ സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള അഡ്വാൻറ്റേജ് കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നതായിരിക്കത്തില്ല. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് 1 ഇയറിൽ നമ്മുടെ ഇവിടുത്തെ പല സെക്ടറുകളുടെയും പെർഫോമൻസ് മാത്രം നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ മതിയാവും. ഇപ്പോൾ ഈ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് ആണ്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് ലാസ്റ്റ് 1 ഇയറിൽ തന്നേക്ക് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 13% അകത്ത് മാത്രമാണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് നോക്കുകയാണെങ്കിൽ 16.6% റിട്ടേൺസ്. നിഫ്റ്റി FMCGനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 4.77% റിട്ടേൺസ് ആണ് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത്. ഇനി നിഫ്റ്റി IT-നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 18% റിട്ടേൺസ് നമ്മൾ 1 ഇയർ ടൈം ഫ്രെയിമിൽ നോക്കാൻ നേരത്ത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പോലും 2021 സെപ്റ്റംബർ അല്ലെങ്കിൽ 22 ജനുവരിയിലൊക്കെ നിന്ന റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി ഇപ്പോഴും ഡൗൺ ആയിട്ടാണ് നമുക്ക് നിഫ്റ്റി IT ഇൻഡെക്സ് കാണാൻ പറ്റുന്നത്. ഇനി നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റൽ 65% റിട്ടേൺസ് വന്നിട്ടുണ്ട്. PSU ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം 81% റിട്ടേൺസ്. നിഫ്റ്റി ഇൻഫ്രയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 64. നിഫ്റ്റി എനർജീനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 78%. അപ്പോൾ ഈ രീതിയിൽ പല സെക്ടേഴ്സും പല രീതിയിലാണ് റിട്ടേൺസ് തന്നേക്കുന്നത്. കുറച്ചധികം സെക്ടറുകൾ 10% താഴെ റിട്ടേൺസ് എന്ന സെക്ടറുകളുണ്ടായിരുന്നു, 5% താഴെ റിട്ടേൺസ് എന്ന സെക്ടറുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു 80% മേലെ റിട്ടേൺസ് എന്ന സെക്ടറുകൾ പോലും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പം സെക്ടറുകളെല്ലാം ഒരേ കണക്ക് പെർഫോം ചെയ്ത് പോകത്തില്ല. ചിലതൊക്കെ ചില സമയത്ത് പർട്ടിക്കുലർ ടൈമിൽ പെർഫോം ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി ഈ സെക്ടറിൻ്റെ അകത്ത് തന്നെ നമ്മൾ സ്റ്റോക്കുകൾ വരാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് എല്ലാ സ്റ്റോക്കുകളും ഒരേ കണക്കായിരിക്കില്ല പെർഫോം ചെയ്തേക്കുന്നത്. ചിലത് 10x ആയിട്ടുണ്ടായിരിക്കും, ചിലത് 5x ആയിട്ടുണ്ടായിരിക്കും, ചിലത് ഡബിൾ ആയിട്ടുണ്ടായിരിക്കും, ചിലത് 20% റിട്ടേൺസ് മാത്രം തന്ന സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാ സെക്ടറുകളും കവർ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് കൊണ്ട് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാ സെക്ടറിൽ നിന്നുള്ള എല്ലാ സെക്ടറുകളും കവർ ചെയ്യുക. അതിൻ്റെ അകത്തുനിന്ന് പിന്നെ സ്റ്റോക്കുകൾ എടുക്കും. സ്റ്റോക്കുകൾ എടുത്ത് വരുമ്പോഴത്തേക്കും ഈ സ്റ്റോക്കിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് ഇതിൻ്റെ അകത്ത് എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് തരുമെന്ന് നമുക്ക് ആദ്യമേ തന്നെ ഒരു രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു തോട്ട് പ്രോസസ്സ് കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം എല്ലാ സമയത്തും മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ സെക്ടേഴ്സ് മാത്രമായിരിക്കും. അല്ലാതെ എല്ലാ സെക്ടറും കൂടെ ഒരുമിച്ചല്ല നമ്മുടെ മാർക്കറ്റിനെ മേളിലോട്ട് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് കവർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ബുൾ റണ്ണിനെ ലീഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു എന്താ പറയുക എമർജിങ് തീമായിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. ഇനി ഇതിനെ അറിയാൻ വേണ്ടിയില്ല അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിക്കകത്തുള്ള പർട്ടിക്കുലർ സെക്ടറുകളുടെ കോമ്പോസിഷൻ ഒന്ന് നോക്കിയാൽ മതി. അതായത് ഓരോ ബുൾ റൺ നടക്കാൻ നേരത്തും നിഫ്റ്റിക്കകത്ത് പോലും ഏതെങ്കിലുമൊക്കെ സെക്ടറിന് വന്നേക്കുന്ന വെയിറ്റേജിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സർവീസസിനും അതേ കണക്കിന് IT സർവീസസിനുമാണ്. ഓക്കെ, ഇനി കുറച്ചധികം നാൾ മുമ്പ് അല്ലെങ്കിൽ പഴയ കാലത്തിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഈ കോമ്പോസിഷൻ്റെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ അത് മെറ്റലിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു, ഫാർമയ്ക്ക് നല്ല രീതിയിൽ വെയിറ്റേജ് ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഓരോ സെക്ടറുകൾക്കും വെയിറ്റേജ് വന്നേക്കുന്ന
നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഏതൊക്കെ സെക്ടറാണോ ഇപ്പം പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടറാണോ ആ ഒരു പർട്ടിക്കുലർ ഡെക്കേഡിൽ നല്ല രീതിയിൽ നിൽക്കുന്ന വലിയ കമ്പനീസ് അതിൻ്റെ അകത്തുള്ളത്, ആ സമയത്ത് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാം. നമുക്ക് അങ്ങനെ എല്ലാ സെക്ടേഴ്സിൻ്റെ അകത്തുനിന്ന് സ്റ്റോക്കുകൾ ഒരു രീതിയിലും ആവശ്യമില്ല. നമുക്ക് മാക്സിമം 2, 3, 4 സെക്ടറുകൾ മാത്രം മതിയാവും. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകളിൽ നല്ല സ്റ്റോക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മാത്രം മതിയാവും. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വയറി വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ FMCG സെക്ടർ ബുള്ളിഷ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും FMCG സെക്ടറിൻ്റെ അകത്തുള്ള ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് മേടിച്ചാൽ പോരെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതേ കണക്ക് തന്നെ ഡിഫൻസ് മ്യൂച്വൽ ഫണ്ട്, ഡിഫൻസ് ഒരു തിമാറ്റിക് ആയിട്ട് എടുത്തേക്കുന്ന പല മ്യൂച്വൽ ഫണ്ടുകളും വളരെ നല്ല പെർസെൻറ്റേജിൻ്റെ റിട്ടേൺസ് ലാസ്റ്റ് 1 ഇയറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിട്ടേൺസ് കണ്ടുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പൊസിഷൻ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഡയറക്റ്റ് സ്റ്റോക്കുകളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ബുദ്ധിമുട്ടാണെന്നുള്ളവർ ഉറപ്പായിട്ടും മ്യൂച്വൽ ഫണ്ട് വഴിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് FMCG പോലെ പാസ്റ്റിൽ റിട്ടേൺസ് തരാത്ത, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 1-2 വർഷത്തിൽ റിട്ടേൺസ് തരാത്ത ഒരു സംഭവത്തിനെ കുറിച്ച് നോക്കാൻ നേരത്ത് ഒബിയസ്ലി അത് വളരെ നല്ലതാണ്. കാരണം അവിടെ സൈക്കിൾ ടേൺ ആവാൻ നേരത്ത്, അല്ലെങ്കിൽ സെക്ടർ റൊട്ടേഷൻ നടക്കാൻ നേരത്ത് ഈ സെക്ടർ പെർഫോം ചെയ്യും. ഇതിൻ്റെ അകത്തുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഓൾറെഡി റിട്ടേൺസ് തന്ന, ഓൾറെഡി നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഏതെങ്കിലും ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു തീമിലോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതിന് കുറച്ച് നാൾ സൈഡ് വേസ് പോകാനായിരിക്കും ചാൻസ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ കറക്ഷൻ എടുക്കാനായിരിക്കും ചാൻസ്. ഒരു തീം തന്നെ എല്ലാ പ്രാവശ്യവും എല്ലാ കാലഘട്ടത്തിലും ഒരേ കണക്ക് പെർഫോം ചെയ്ത് പോകത്തില്ല. അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ വരും. അതിൻ്റെ അകത്ത് ആദ്യത്തെ 1-2 വർഷം അത് പെർഫോം ചെയ്തതിന് ശേഷം അത് മാറിയിട്ട് അടുത്ത സെക്ടറിലോട്ട് മണി ഫ്ലോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു സെക്ടർ റൊട്ടേഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി റിട്ടേൺസ് തന്ന സെക്ടേഴ്സ് നോക്കിയിട്ട്, അല്ലെങ്കിൽ ആ തീമുകൾ നോക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള മ്യൂച്വൽ ഫണ്ടുകൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് നല്ലൊരു കാര്യമായിരിക്കത്തില്ല. നമ്മളെപ്പോഴും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിൽ അതിൻ്റെ അകത്ത് വലിയ ഫാൻസി കാര്യങ്ങളും ഇല്ലാത്ത സെക്ടേഴ്സ് എടുത്തിട്ട് അവിടെ നമുക്ക് എമർജ് ചെയ്ത് വരികയാണോ, അതിൻ്റെ അകത്ത് ഓപ്പർച്യൂണിറ്റി എമർജ് ചെയ്ത് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇനി അതേ കണക്ക് തന്നെ എനിക്ക് ഒരു കാര്യം വിട്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിമാറ്റിക് പോർട്ട്ഫോളിയോസ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തീമിനെ മാത്രം ബേസ് ചെയ്ത്, ഏതെങ്കിലും പർട്ടിക്കുലർ സെക്ടറിനെ മാത്രം ബേസ് ചെയ്ത് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്ന ചില ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ട്വിറ്ററിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് സജൽ കപൂർ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ്. പുള്ളി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫാർമ സെക്ടറിലാണ്. ഇനി അതേ കണക്ക് തന്നെ ആദിത്യ കേംനാഥോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു വ്യക്തിയോടെ ഉണ്ട്. പുള്ളിയും ഫാർമയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമ സെക്ടറിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, വേറെ ഒരു സെക്ടറിലും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇവരുടെ ഫാർമയെന്ന് പറയുമ്പോഴത്തേക്കും ഫാർമയിൽ വരുന്ന ഡയറക്റ്റ് ഫോർമുലേഷൻസ് ബിസിനസ് മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള API പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും, ഇതിൻ്റെ അകത്ത് പേറ്റൻറ്റഡ് API പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും, അല്ലാതെ ബൾക്ക് APIs ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ എന്താ പറയുക ഡയഗ്നോസ്റ്റിക് കമ്പനികളുണ്ടായിരിക്കും. പല രീതിയിലുള്ള ഫാർമയ്ക്കകത്ത് തന്നെ ഒരുപാട് സബ് സെക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന മൾട്ടിപ്പിൾ സബ് സെക്ടേഴ്സിൻ്റെ അകത്തെല്ലാം തന്നെ ഇവർ എക്സ്പെർട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മേജർ തീമിൻ്റെ അകത്ത്, ഫാർമ എന്ന് പറഞ്ഞ മേജർ തീമിൻ്റെ അകത്ത് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു റണ്ണപ്പ് നടന്നുകൊണ്ടിരിക്കും. ഇതൊരു ഫാർമ എന്ന് പറയുന്നത് തന്നെ മൊത്തത്തിലൊരു സൈക്ലിക്കൽ സംഭവമാണല്ലോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സൈക്കിൾ ഏതെങ്കിലുമൊക്കെ തീമിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കും, സബ് തീമുകളുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കും. അവിടെ അവർ ഇൻവെസ്റ്റഡ് ആയിരിക്കും. അതിനുശേഷം പിന്നീട് അവിടെ തീരാൻ നേരത്ത്, അവിടുത്തെ ഒരു റണ്ണപ്പ് കഴിയാൻ നേരത്ത്, അവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ലാതെ ആകുമ്പോഴത്തേക്കും അവർ നെക്സ്റ്റ് തീം നോക്കി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തിമാറ്റിക് പോർട്ട്ഫോളിയോസ് റൺ ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഞാനിപ്പോൾ IT സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു IT സെക്ടറിൻ്റെ അകത്ത് എക്സ്പെർട്ടുകളായിരിക്കും. അപ്പോൾ അവർക്ക് IT സെക്ടറിലുള്ള കമ്പനീസ് പഠിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതേ കണക്കുള്ള തിമാറ്റിക് പോർട്ട്ഫോളിയോസ് റൺ ചെയ്യാറുണ്ട്. കാരണം അവരുടെ ഫീൽഡ് അതാണ്, അവർക്ക് അതിൻ്റെ അകത്തുള്ള എക്സ്പെർട്ടൈസ് കൂടുതലായതുകൊണ്ട് അവിടെയുള്ള കമ്പനീസ് കൂടുതൽ അനലൈസ് ചെയ്ത് അതിൻ്റെ അകത്ത് മാത്രം പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള ടൈപ്പ് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് റൺ ചെയ്ത് പോവാം. അത് പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സമയത്തും എല്ലാ തീമിൻ്റെ അകത്തും ഇതേ കണക്ക് റണ്ണപ്പ് ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ തീമിൻ്റെ അകത്ത് നിങ്ങൾക്ക് എക്സ്പെർട്ട് ഉണ്ടെന്ന് എഴുതിയിട്ട്, എക്സ്പെർട്ടൈസ് നിങ്ങൾ അതിൻ്റെ അകത്ത് എക്സ്പെർട്ട് ആണെന്ന് കരുതിയിട്ട് എപ്പോഴും അതിൻ്റെ അകത്ത് റിട്ടേൺസ് കിട്ടണമെന്നില്ല. അതിൻ്റെ അകത്ത് റിട്ടേൺസ് കിട്ടുന്ന ടൈപ്പിൽ എവിടെയെങ്കിലുമൊക്കെ സൈക്കിളുകൾ നടന്നുകൊണ്ടിരിക്കണം, അതിൻ്റെ അകത്തൊക്കെ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്വിച്ചിങ്സ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ഒരു തിമാറ്റിക് പോർട്ട്ഫോളിയോ റൺ ചെയ്താൽ മാത്രം മതിയാവും. ഇനി അതിൽ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരിൽ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരേ സെക്ടറിൻ്റെ ഒറ്റ സെക്ടറിൻ്റെ അകത്ത് തന്നെ കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ ഇടുന്നതിനും കുഴപ്പമില്ല. ഞാൻ പേഴ്സണലിയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ അകത്ത് ഫുൾ ബ്രേക്കൗട്ടുകൾ കിട്ടുന്നതായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം 2022-ലോ 2021-ലോ ആണെന്ന് തോന്നുന്നു, 2021-ലാണ് വെച്ചിട്ട് നമ്മുടെ
ഷുഗർ സ്റ്റോക്കുകളെല്ലാം കൂടെ ഒരുമിച്ച് ബ്രേക്കൗട്ട് വന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോക്കകത്ത് 4 ട്രേഡുകളാണ് എടുക്കുന്നത്. 4ലും കൂടെ 4 ഷുഗർ സ്റ്റോക്കുകൾ എടുത്തു. അതിൻ്റെ അകത്ത് 3ൻ്റെ അകത്ത് റിട്ടേൺസ് കിട്ടി, ഒരെണ്ണത്തിൻ്റെ അകത്ത് കോസ്റ്റ് എക്സിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കണക്ക് നമുക്ക് റിട്ടേൺസുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ട്രേഡ് ചെയ്യാൻ തന്നെ. അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉള്ളതുകൊണ്ട് ഇതൊന്നും തന്നെ ഒരു വിഷയമാവുന്നതല്ലായിരിക്കും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഒരു ക്വയറി വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IT സെക്ടറിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നാസ്ഡാക്ക് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ IT ഇൻഡെക്സ് എന്ന് പറയുന്നതും ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൂടെ? അതല്ലെങ്കിൽ ഇൻഫോസിസ്, നമ്മുടെ HCL ടെക്, TCS പോലുള്ള സ്റ്റോക്കുകളുടെ അകത്ത് നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൂടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മളിത് സ്റ്റോക്കുകളുടെ അകത്തൂടെയാണ് ഈ ഒരു പർട്ടിക്കുലർ തീം പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ട്രേഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്റ്റോക്കുകളുടെ ടെക്നിക്കൽസ് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ട്രേഡ് എടുത്താൽ മാത്രം മതി. അല്ലാതെ ഈ ഒരു ബേസിക് ഒരു തിയറി പിറകിലുണ്ടെന്ന് കരുതിയിട്ട് മാത്രം പോയിട്ട് എൻട്രി എടുക്കേണ്ടതില്ല. സ്റ്റോക്കുകളുടെ കൂടെ ടെക്നിക്കൽസ് ഫേവറബിൾ ആകുമ്പോഴത്തേക്കും പോയി എൻട്രി എടുത്താൽ മതിയാവും ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് വൈസ്. ഓക്കെ. അതിൻ്റെ അകത്തും ലാർജ് ക്യാപ്പുകളിലോട്ട് പോകുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ITയിലൂടെ ആ ഒരു പർട്ടിക്കുലർ തീം പ്ലേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദിച്ചേക്കുന്ന ഡയറക്റ്റ് നമുക്ക് നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൂടെ എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് അപ്സൈഡ് കിട്ടുമെന്ന് കൂടെ നോക്കുക. വളരെ ചെറിയ പെർസെൻറ്റേജ് അപ്സൈഡ് മാത്രമേ കിട്ടുള്ളൂ എങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, നിഫ്റ്റി ITനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 10-13% അപ്സൈഡിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ആ ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത ഉടനെ പിന്നെ അത് തിരിച്ച് താഴോട്ട് വരുമെന്നല്ല, ആ ഒരു പർട്ടിക്കുലർ തീമിനെ ബേസ് ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വൈസ് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇൻഡെക്സിനെക്കാട്ടിയും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത് നമുക്ക് എപ്പോഴും സ്റ്റോക്കിൻ്റെ അകത്തായിരിക്കും. അതിൻ്റെ അകത്തും സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് പോകുന്നതായിരിക്കും അതിനെക്കാട്ടിയും ബെറ്റർ. ഇനി അതേ കണക്കിന് ടെക്നിക്കലി ബ്രേക്കൗട്ട് കിട്ടുന്ന സ്റ്റോക്കുകൾ വെച്ചിട്ട് അതിൽ കൂടെ നമ്മൾ ഈ പൊസിഷൻസ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഫേവറബിൾ, നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നല്ലത്. ഇനി ഇതെല്ലാം നമ്മളതിൽ വലിയ വലിയ കോടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ പറഞ്ഞിട്ടുള്ള ലാർജ് ക്യാപ്പ് വഴിയിട്ടേക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബെറ്റർ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് വഴിയിട്ടൊക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതേ കണക്ക് തന്നെ നമ്മുടെ ഫ്ലെക്സ് ഫുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഇന്ന് അത്യാവശ്യം പെർസെൻറ്റേജ് അപ്പാണ്. എനിക്ക് തോന്നുന്നു 8% സംതിങ് സ്റ്റോക്ക് ഇന്ന് അപ്പായിരുന്നു. 1 സെക്കൻഡ്. ഫ്ലെക്സ് ഫുഡ്സ് 8%-ൻ്റെ മേളിൽ ഇന്ന് അപ്പായിരുന്നു ഡേ ടൈമിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചാർട്ടിൻ്റെ അകത്ത് ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 6% മാത്രമേ അപ്സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എനിവേ ഫ്ലെക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു നല്ലൊരു അക്യുമുലേഷൻ പാറ്റേണിൻ്റെ അകത്താണ് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ അകത്ത് നമ്മൾ ഫ്രഷ് പൊസിഷൻസ് ബിൽഡ് ചെയ്യേണ്ട ലെവലെന്ന് പറയുന്നത് 150ൻ്റെ മേളിലാണ്. ഓക്കെ. 150ൻ്റെ മേളിൽ എത്തുമ്പോൾ മാത്രം ഫ്രഷ് പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു അക്യുമുലേഷൻ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. മെയിൻലി നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് ഏതെങ്കിലും ദിവസം നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പറയുമ്പോഴത്തേക്കും ആർക്കും ആ സ്റ്റോക്കുകളെ പറ്റിയിട്ട് ഒരു രീതിയിലുള്ള താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു ദിവസം സ്റ്റോക്ക് ഇതേ കണക്ക് 8, 9, 10, 15% അപ്പാവുന്നതായിരിക്കും. ആ അപ്പാവുന്ന ദിവസം പോയിട്ട് ആ സ്റ്റോക്ക് കയറിയിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇല്ലെങ്കിൽ കയറിയില്ലെങ്കിൽ നമ്മളതിന് വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് സ്റ്റോക്കുകളുടെ അകത്ത് പോയിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും, സ്റ്റോക്കിൻ്റെ അകത്ത് നോർമലായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങോ കറക്ഷനോ അല്ലെങ്കിൽ സ്റ്റോക്ക് ആ പാറ്റേണിൻ്റെ പോലും ബ്രേക്കൗട്ട് തന്നിട്ടുണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ ഫ്ലെക്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഫ്ലെക്സ് അതിൻ്റെ പാറ്റേണിൻ്റെ ബ്രേക്കൗട്ട് ഇതുവരെ തന്നിട്ടില്ല. പാറ്റേണിൻ്റെ ബ്രേക്കൗട്ട് എന്ന് പറയുന്നത് 150ൻ്റെ മേളിലോട്ട് നമുക്ക് ക്ലോസിംഗ് കിട്ടണം. അപ്പോൾ സ്റ്റോക്ക് ആ ഒരു സൈഡ് വേസ് ട്രെൻഡിൻ്റെ അകത്ത് തന്നെ ഇതേ കണക്ക് അതിൻ്റെ അകത്ത് അക്യുമുലേഷൻസ് നടക്കുന്ന ദിവസങ്ങളിൽ സ്റ്റോക്ക് അപ്പ് സൈഡിലോട്ട് ഇത് കണക്ക് എന്താ പറയുക ഷൂട്ടപ്പുകൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇറങ്ങി താഴോട്ട് വരുന്നതായിരിക്കും. അത് സ്റ്റോക്കിൻ്റെ ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വെറീഡ് ആവേണ്ടതില്ല. നമ്മൾ സ്റ്റോക്ക് കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് എഴുതിയിട്ട് ഓടിപ്പോയിട്ട് അതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യേണ്ടില്ല. സ്റ്റോക്കിൻ്റെ അകത്ത് വളരെ ലോങ് ടൈം വ്യൂ ഉള്ള ആൾക്കാർ, അതായത് 2-3 വർഷമൊക്കെ ഹോൾഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ലാത്ത ടൈപ്പ് ആൾക്കാർ മാത്രം കറണ്ട് ലെവൽസിലും പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയാവും. അല്ലാത്ത ആൾക്കാർ ജസ്റ്റ് സ്റ്റോക്ക് 150ന് മേളിലോട്ട് ക്ലോസിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതേ കണക്കിന് നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതി CNCനെ പറ്റിയിട്ടാണ്. ജ്യോതി CNC നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവലിൽ നിന്ന് സ്റ്റോക്ക് ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് റണ്ണപ്പായി? 100% മേളിൽ റണ്ണപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഈ ലെവലിൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ. ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ഇപ്പോൾ അത്യാവശ്യം വളരെ ഫാസ്റ്റായുള്ള റണ്ണപ്പാണ് കാഴ്ചവെച്ചേക്കുന്നത്. നമ്മൾ ഈ സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞ തിയറി എല്ലാവരും ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. അത് മാർക്കറ്റ് ഡൗൺ ആയിട്ട് തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കും ആദ്യം ഓൾ ടൈം ഹൈസ് ഹിറ്റ് ചെയ്യുന്ന സ്റ്റോക്കായിട്ട് നമ്മൾ ഇതിന് മുമ്പ് മാർക്കറ്റ് ഡൗൺ ആയിരുന്ന സമയത്ത്, അതായത് ഈ നമ്മുടെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗൺ അല്ല, അതിന് മുമ്പുണ്ടായിരുന്ന നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ വന്നിരിക്കുന്ന ഒരു കറക്ഷൻ്റെ സമയത്ത് നമ്മൾ ഡിസ്കസ്
ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം സ്റ്റോക്ക് 100% മേലിൽ റിട്ടേൺസ് തന്നിട്ടുണ്ടായിരുന്നു. ടൈം ഫ്രെയിം ഒന്ന് നോക്കുക, മാർച്ച് 22. ഓക്കെ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, 4 മാസം കൊണ്ട് നമുക്ക് ഇത്രയുണ്ട് റിട്ടേൺസ്. സ്റ്റോക്ക് 100% മേലിൽ റിട്ടേൺസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇത് ഹോൾഡ് ചെയ്യണവർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക. ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് വേറെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും തന്നെ ബിൽഡ് ചെയ്തിട്ടില്ല. സ്റ്റോക്കിൻ്റെ അകത്ത് 200 മൂവിങ് ആവറേജ് പോലും ഇതുവരെ ബിൽഡായി വന്നിട്ടില്ല. കാരണം സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് അത്രയും നാളായിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റോക്കിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന റണ്ണപ്പ് വെച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുക. ഓക്കെ, സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1 സെക്കൻഡ്. ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. ഈ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ, ബ്രേക്ക് ഡൗൺ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് പൊസിഷൻ സൈസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2 ട്രെൻഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു മേജർ ട്രെൻഡ് ഉണ്ടായിരുന്നു, അവിടെ നിന്നൊരു ആ ഒരു ട്രെൻഡിനെ ചാനലിനെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്തിട്ട് മേളിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ മേളിലോട്ട് കയറി പോയിട്ട് തിരിച്ച് താഴോട്ട് വരികയാണ്. ഒരു 1100 താഴോട്ടൊക്കെ സ്റ്റോക്ക് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1100 റേഞ്ചിൻ്റെ ഒക്കെ താഴോട്ട് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പൊസിഷൻ സൈസ് ചെയ്യാവുന്നതാണ്. പൊസിഷൻ സൈസ് ചെയ്തതിന് ശേഷം ബാക്കി പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്താൽ മാത്രം മതിയാകും. പിന്നീട് സ്റ്റോക്ക് ഏത് ടൈപ്പിലുള്ള പാറ്റേൺ ആണോ ഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ബാക്കി പൊസിഷൻസ് ആഡ് ചെയ്യണോ അതല്ലെങ്കിൽ പിന്നീട് റിഡക്ഷൻ നടത്തണോ എന്നുള്ള കാര്യം അപ്പോഴും നമുക്ക് ചെയ്യാവുന്നതാണ്. ഫ്രഷ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ വന്നിട്ട് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ല. ഈ ഒരു ലെവൽസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് റിസ്ക് റിവാർഡ് റേഷ്യോ ഒരു രീതിയിലും ഫേവറബിൾ അല്ല. ഫ്രഷ് പൊസിഷൻസ് എടുക്കരുത്. ഫ്രഷ് പൊസിഷൻസ് എടുക്കണമെന്നുള്ള ആൾക്കാർ ഈ സ്റ്റോക്ക് തിരിച്ച് താഴോട്ട് വന്ന് ഏതെങ്കിലുമൊക്കെ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം പിന്നീട് ബ്രേക്കൗട്ട് തരുമ്പോഴത്തേക്കും എൻട്രി എടുത്താൽ മതിയാവും. ഇനി അതേ കണക്കിന് നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് ചോദിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ASK ഓട്ടോമോട്ടീവ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഓക്കെ, ASK ഓട്ടോമോട്ടീവ് നമ്മൾ സംസാരിച്ച ലെവലിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഓൾറെഡി പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക. ഫ്രഷ് പൊസിഷൻസ് ബിൽഡ് ചെയ്യണമെന്നുള്ള ആൾക്കാർ സ്റ്റാഗേർഡ് ആയിട്ടുള്ള പൊസിഷൻസ് ചെറിയ രീതിയിൽ എടുത്തെടുത്ത് പോകും. അതായത് ഓൾറെഡി ഒരു 100 രൂപ ഇടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു 20 രൂപ വെച്ചിട്ടോ അല്ലെങ്കിൽ 10 രൂപ വെച്ചിട്ടോ പതുക്കെ ഓരോ ദിവസം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഏത് ലെവൽസിലാണോ പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ രീതിയിലുള്ള റണ്ണപ്പ് മാത്രമേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇനിയും സ്റ്റോക്ക് മേളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഓവറോൾ മാർക്കറ്റിൽ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ. ഇനി അതേ കണക്കിന് റിലയൻസ് പോലെയുള്ള സ്റ്റോക്കുകളുടെ അകത്ത് പൊസിഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിലയൻസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇനി മൾട്ടി ബാഗ് റിട്ടേൺസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്തിനാണ് പൊസിഷൻ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ കൂടെ ഷെയർ ചെയ്യേണ്ടി വരും ഇതുപോലുള്ള ക്വയറീസ് ചോദിക്കാൻ നേരത്ത്. കാരണം ഓൾറെഡി നിങ്ങളതിൽ കോടികളുടെ ആസ്തി ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ലിക്വിഡ് ആയിട്ടുള്ള, നമുക്ക് എപ്പോഴും വിൽക്കാനും വാങ്ങിക്കാനും ഒക്കെ പറ്റുന്ന ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിലയൻസ്, TCS, ഇൻഫോസിസ്, നമ്മുടെ HDFC ബാങ്ക് ഇതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താവൂ. ഓക്കെ, അല്ലാതെ ഈ സ്റ്റോക്കുകളുടെ അകത്തൊക്കെ നമുക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഡബിൾ ആവുമെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ ഇത് ഡബിൾ ആവണമെന്നില്ല. ഇത് വളരെയധികം സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റോക്കുകളാണ്. മാർക്കറ്റിൻ്റെ ഫേസിനനുസരിച്ച്, അതായത് ബുൾ മാർക്കറ്റിൻ്റെ അപ്സ്വിങ്ങിനനുസരിച്ച് അതിൻ്റെ ഡൗണിൽ നിന്ന് അപ്പ് വരെ നോക്കാൻ നേരത്തെ ചിലപ്പോൾ സ്റ്റോക്കുകൾ നമുക്ക് നല്ല റിട്ടേൺസ് തന്നായിട്ട് തോന്നും. പക്ഷേ ഇതെല്ലാ സമയത്തും ഇതേ കണക്കെല്ലാം നിൽക്കത്തില്ല. മാത്രമല്ല ലോങ് ടേം CAGR നോക്കാൻ നേരത്ത് നിഫ്റ്റിക്ക് തുല്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിഫ്റ്റിക്ക് കുറച്ചൊക്കെ ചെറിയൊരു അപ്പ് അല്ലെങ്കിൽ ഡൗൺ ഒക്കെ ഉള്ള രീതിയിലൊക്കെയുള്ള റിട്ടേൺസുകളായിരിക്കും നോർമലി നമുക്ക് ഈ സ്റ്റോക്കുകളുടെ അകത്തൊക്കെ തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ റിലയൻസ് പോലെയുള്ള ഇത്രണ്ട് വലിയ ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത് കോഷ്യസ് ആയിട്ട് വേണം. അതായത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് അത്രമാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. വലിയ രീതിയിലുള്ള എക്സ്പെക്ടേഷനും കൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പാടില്ല. അത്രയാണ് ബേസിക്കലി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് കവർ ചെയ്യാനുണ്ടായിരുന്നത്. വേറെ വലിയ ടോപ്പിക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇന്നില്ലായിരുന്നു. റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെക്കേഷനിലാണ്. ഞാൻ കുറച്ച് എനിക്ക് തോന്നുന്നു 23-ാം തീയതി വരെ കഴിയുമ്പോഴത്തേക്ക്, 23-ാം തീയതി ഞായറാഴ്ച കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം തൊട്ട് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെ ഞാൻ ഈ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി അതേ കണക്കിന് നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിനെ പറ്റിയിട്ട് ആൾക്കാർ എന്നും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വെക്കേഷൻ തീർന്നതിന് ശേഷം അതായത് ഒരു 24-25 തീയതിക്കകത്ത് തന്നെ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും പബ്ലിക്കിന് വേണ്ടിയിട്ട്. അത് എന്താ പറയുക, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഗ്രൂപ്പായിരിക്കും, അതിലൊരു പുതിയ ഗ്രൂപ്പായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്തൊരു 6 മെമ്പേഴ്സ് എന്തോ ഉണ്ട് ഓൾറെഡി. അപ്പോൾ അവർക്കൊരു പ്രിവിലേജ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നതായിരിക്കും. അവർക്ക് നമ്മുടെ അടുത്ത ഗ്രൂപ്പ് തുടങ്ങാൻ നേരത്തെ അതിൻ്റെ അകത്ത് അഡ്മിൻ റോള് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. കാരണം അവർ നമ്മുടെ വളരെ ലോയലായിട്ട് ഇത്രയും നാൾ നമ്മളെ ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം തൊട്ട് അന്ന് അതിൻ്റെ അകത്ത് കണ്ട് പോയിന്റ്സ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ എപ്പോഴും പ്രിവിലേജ് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഇനി മുതൽ മുന്നോട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും അവർക്ക് എപ്പോഴും ആ ഒരു പ്രിവിലേജ് നിൽക്കുക തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് പറയാനുണ്ടായിരുന്നത്. വീഡിയോ
എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതുതായിട്ടും യൂസ്ഫുൾ ആയിട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മിച്ചോട്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.